ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊന്ന് പറയാൻ വേണ്ടി പോണത് ഇന്ന് റിലീസായ കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. കണ്ണപ്പ ഈ സിനിമയുടെ സംവിധായകൻ മുകേഷ് കുമാർ സിംഗ് ആണ്. പ്രധാനപ്പെട്ട താരമായി വരുന്നത് വിഷ്ണു മഞ്ജു ആണ്. അദ്ദേഹമാണ് ഈ സിനിമയുടെ കഥയും തിരക്കഥയും തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സിനിമയിൽ പ്രധാനമായിട്ടും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഹിന്ദു പുരാണത്തിലെ കണ്ണപ്പദേവൻ്റെ കഥയും ഐതിഹ്യവുമാണ് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ പരമശിവൻ, നമ്മുടെ മഹാദേവനും ഈ കണ്ണപ്പയും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ ആന്ധ്രാപ്രദേശിലെയും തമിഴ്നാട്ടിലെയും കുറേ ക്ഷേത്രങ്ങളൊക്കെ പോയാണ് ഈ ഒരു യഥാർത്ഥ ഐതിഹ്യം, ഈ കണ്ണപ്പദേവൻ്റെ ഐതിഹ്യം കണ്ടുപിടിച്ചെന്ന് സിനിമയുടെ തുടക്കമേ കാണിക്കുന്നുണ്ട്. ഈ യഥാർത്ഥ ഐതിഹ്യത്തിൻ്റെ ഒരു ചുരുൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകണം അവർ ഈ സിനിമ തയ്യാറാക്കിക്കുന്നത്. ഇനി സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ സിനിമ നൈസായിരുന്നു. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റിയ ഒരു മികച്ച സിനിമയായിരുന്നു ഈ ഒരു കണ്ണപ്പ എന്ന് പറഞ്ഞ ഈ സിനിമ. അവർ പറയാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു കഥ എന്താണോ അത് തുടക്കം തൊട്ട് അവസാനം വരെയും അത് വിടാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചു. എനിക്കതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. അങ്ങനെ വേണം എടുക്കേണ്ട. പറയുന്ന ഒരു തീം എന്തായിരുന്നുള്ള കാര്യങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെയും കണ്ടിന്യൂസ് ആയിട്ട് കുറേ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കാണിച്ചു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ ഈ സിനിമയിലെ VFX, ആനിമേഷൻസ്, സെറ്റ് വർക്ക് എല്ലാം ഗംഭീരമായിരുന്നു, എടുത്തു പറയണം. മികച്ച VFX, മികച്ച ഗ്രാഫിക്സ്, മികച്ച സെറ്റ് വർക്കിൽ ചെറിയ പാഴ്ചകളൊക്കെ അവിടെ എവിടെ വരുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോൾ ഇത് എടുത്ത് അറിയിക്കുന്നുണ്ട് ഇത് സെറ്റ് വർക്ക് തന്നെയാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലായിരുന്നു. ചിലയിടങ്ങളിൽ മാത്രം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ബാക്കി സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ മികച്ചത് നൈസായിരുന്നു. പിന്നെ പ്രീതി മുകുന്ദൻ എന്ന ഒരു ആക്ട്രസ്സാണ് ഇതിൽ ഒരു വേഷവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ലീഡിങ് നായികയാണ്. നമേലി എന്നാണ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ പേര്. ആ ഒരു കഥാപാത്രമായിട്ട് ആ ഒരു മികച്ച പ്രകടനമാണ് കാണിച്ചിരിക്കുന്നത്. നൈസ് പെർഫോമൻസാണ്. ഒരു ശിവഭക്തിയായ ഒരു പെൺകുട്ടിയായിട്ട് റോള് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രീതി മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ഒരു ഡിവോഷണൽ ടച്ചുള്ളൊരു മൂവിയാണ്. ആ മൂവിയിൽ വളരെ വൾഗറായിട്ടുള്ള കുറച്ച് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഈ പ്രീതി മുകുന്ദനെ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിപ്പോയത് ഇച്ചിരി ഓവറായിരുന്നു. കാരണം വളരെ ഒരു വൾഗറായിട്ടുള്ള കുറച്ച് കോസ്റ്റ്യൂമൊക്കെ കൊടുത്ത് അങ്ങ് ഒരുമാതിരി ആക്കുന്നുണ്ട് പ്രീതി മുകുന്ദനതിനകത്ത്. അത് അത്ര ഇങ്ങ് വേണ്ടായിരുന്നു. കുറച്ച് ഒരു രീതിക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്യാമായിരുന്നു ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിനകത്ത്. അതൊരു വല്ലാത്തൊരു സംഭവമായിപ്പോയി. കാരണം ഇത്രയും ഒരു ദൈവികമായൊരു കഥ പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഭയങ്കര വൾഗർ കോസ്റ്റ്യൂമൊക്കെ അത്യാവശ്യം ആവശ്യമില്ല ഈ സിനിമയ്ക്കകത്ത്. പിന്നെ വിഷ്ണു മഞ്ജുവും ഈ ഒരു പ്രീതി മുകുന്ദനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസും കാരണം കണ്ട സമയത്താണെങ്കിൽ എനിക്ക് എവിടേക്കോ മറ്റേ ബാഹുബലി സിനിമയിലെ ആ ഒരു തമന്യയുടെയും പ്രഭാസിൻ്റെ ഒരു കോമ്പിനേഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതേ കണക്ക് എനിക്ക് തോന്നിപ്പോയി. പല സീനുകളൊക്കെ 1-2 സീൻ കണ്ട സമയത്തൊക്കെ ആണെങ്കിൽ അതേ കണക്ക് ആ ഒരു പ്രഭാസ് മറ്റേ ആ ഒരു തമന്യയുടെ ഒരു മേക്ക് ഓവർ ചെയ്യുന്നൊരു സീനൊക്കെ ഇല്ലേ ബാഹുബലി കണ്ട, അതേ കണക്കത്തെ ഒരു സാമ്യം വരുന്ന കുറേ സീനുകളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയിൽ പ്രധാനമായിട്ടും പറയേണ്ട 2 താരങ്ങളെ പെർഫോമൻസൊക്കെ ഉണ്ട്. ഒന്ന് ഐശ്വര്യ ഭാസ്കരൻ, ശരത് കുമാർ, മാധു, നമ്മുടെ പഴയ നടി മാധു. ഇതിലാദ്യം പറയേണ്ടത് നമ്മുടെ ഐശ്വര്യ ഭാസ്കരൻ. നൈസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അവർക്ക് കുറേ നാളായി ഇങ്ങനൊരു കഥാപാത്രം കിട്ടിയിട്ട്. അവർ സൈഡ് റോള് അല്ലെങ്കിൽ സീരിയൽ അങ്ങനെയൊക്കെയാണ് അവർ കുറേ നാളെ പോയിക്കൊണ്ടിരുന്നത്. ഈ സിനിമയിൽ അവർ കിട്ടിയ ഒരു റോള് മികച്ചതായിരുന്നു. കഥയും സന്ദർഭവുമായിട്ടൊക്കെ ഒത്തുപോകുന്ന ഒരു മികച്ച കഥാപാത്രം. ഈ കഥയുമായിട്ട് ഈ കഥാപാത്രത്തിന് ഒരു പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു മികച്ച കഥാപാത്രം. മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. മേക്ക് ഓവറൊക്കെ അടിപൊളിയായിരുന്നു. ആ ഒരു കോസ്റ്റ്യൂം മേക്ക് ഓവർ പെർഫോമൻസും ഐശ്വര്യ ഭാസ്കരൻ പറയേണ്ടത് തന്നെയാണ്. അടിപൊളി പെർഫോമൻസും കാര്യങ്ങളാണ് കാണിച്ച്. പിന്നെ ശരത് കുമാർ, അദ്ദേഹം നൈസ് പെർഫോമൻസ് ആയിരുന്നു. സ്ഥിരം ഒരു ക്ലീശയാണെങ്കിൽ പോലും അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചെന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഈ വാരിസ് സിനിമയിലൊക്കെ നമ്മൾ കണ്ട ശരത് കുമാറില്ലേ, ഏതാണ്ട് അതേ കണക്കത്തൊരു ടച്ചാണ് ശരത് കുമാറിനെ കണ്ടത്. ആ രീതിക്കുള്ള ഒരു വിഷ്ണു മഞ്ജുവിൻ്റെ അച്ഛൻ റോൾ ചെയ്യുന്ന ഒരു കഥാപാത്രം ആയിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ ഈ സിനിമയിൽ മാധു ഉണ്ട്, നമ്മുടെ പഴയ നായിക മാധു. വലിയ പെർഫോമൻസ് ചെയ്യുമ്പോൾ സ്പേസും ഒന്നും ഇല്ലായിരുന്നു. പെർഫോമൻസ് ഒത്തിരി വീക്കായിട്ട് എനിക്ക് തോന്നിപ്പോയി. കാരണം ഒരുമാതിരി വെറുപ്പിക്കൽ അഭിനയമാണ് തോന്നിപ്പോയത്. മാധു വലത്തെ ടൈപ്പ് ഒരു അഭിനയം, ഒരു മിസ്കാസ്റ്റിംഗ് ആണെങ്കിൽ എനിക്ക് തോന്നിപ്പോയി. വേണ്ടായിരുന്നു. ഈ സിനിമയിലൊന്നും
ചെയ്യാൻ വേണ്ടി ഇല്ല എന്നെനിക്ക് തോന്നിപ്പോയി, മാധുവിനെ പറ്റി പറഞ്ഞാണെങ്കിൽ. പിന്നെ ഇതിൽ ശിവനും പാർവതിയുമായിട്ട് വരുന്ന അക്ഷയ് കുമാറും കാജൽ അഗർവാളും. അക്ഷയ് കുമാർ വെറുപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നത്. കാരണം ശിവഭഗവാനായിട്ട് വന്ന് വെറുപ്പിച്ച് ആ ഒരു പരമശിവൻ്റെ ഒരു വേഷവും കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം കുളമാക്കുമെന്ന് കരുതിയത്. പക്ഷേ അദ്ദേഹം ആ ഒരു കഥാപാത്രം വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് അങ്ങ് വെറുപ്പിക്കാതെ ആ ഒരു ശിവൻ്റെ വേണ്ട കുറച്ച് മാനർസങ്ങൾ, ആ ഒരു ആറ്റിറ്റ്യൂഡ് അതെല്ലാം ഇട്ട് നൈസായിട്ട് തന്നെ ചോദിച്ചിട്ട് പറയാൻ വേണ്ടി പറ്റും. നൈസ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ കാജൽ അഗർവാൾ ഒരു പാർവതി ദേവി ടച്ച് കാര്യങ്ങളൊക്കെ തോന്നിപ്പോയി. കോസ്റ്റ്യൂമിലൊക്കെ ആയിരുന്നാലും ആ ഒരു സംസാര ശൈലി, ഒരു പെർഫോമൻസ് എന്നൊക്കെ പറയത്തില്ല, അത് ഒരു പാർവതി ദേവി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോയ. പിന്നെ ഇനിയാണ് ബിഗ് ആയിട്ടുള്ള ആ ഒരു ക്യാമിയോ അപ്പിയറൻസ്. നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ, എൻ്റെ അപ്പോ തീ ഐറ്റം. അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു BGM, സ്റ്റീഫൻ ദേവസി ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആ ലാലേട്ടൻ്റെ എൻട്രിയും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചുമ്മാ തീ ആയിട്ട് വരുന്നു. ലാലേട്ടനെ കാണിച്ച സമയത്ത് ആ ഒരു വൈബ് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അത്രയ്ക്കൊരു കിഡിലോസ്കി പെർഫോമൻസ്, തകർത്ത് ലാലേട്ടൻ. സത്യമാണ് പറയുന്നത്, ഇയാൾ ഏത് ഭാഷയെ പോലെ ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ ഒരു എൻട്രി കണ്ട സമയത്താണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ജയർ സിനിമ എൻട്രി ഇല്ലേ, ഏകദേശം അതേ കണക്ക് സമയമൊക്കെ വരും. അതേ കണക്കത്തെ BGM അല്ല, ആ ഒരിക്കലുള്ളൊരു BGM, അങ്ങനത്തെ ഒരു പരിപാടി. കിഡിലെ എൻട്രിയും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കണ്ടുവന്നിട്ടുള്ള കുറേ ഫൈറ്റ് സീന്, ഡയലോഗ് ഡെലിവറി, പെർഫോമൻസ്, കോസ്റ്റ്യൂംസ്, മേക്ക് ഓവർ. ഈ ഒരു കോസ്റ്റ്യൂംസിനൊക്കെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ പുച്ഛിക്കുന്ന കുറേ ട്രോളൊക്കെ ഞാൻ കണ്ടു. പക്ഷേ അതെല്ലാം ഈ സിനിമയിൽ അങ്ങ് തീർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മേക്ക് ഓവർ, കിരാത എന്നാണ് കഥാപാത്രം, ആ ഒരു മേക്ക് ഓവറൊക്കെ നൈസായിരുന്നു. കിടിലെന്ന് വെച്ചാൽ കിടിലം. ആ ഒരു ഡയലോഗ് ഡെലിവറി, പെർഫോമൻസ്, ആ ഒരു ഫൈറ്റ്, ഇതെല്ലാം സൂപ്പറായിരുന്നു. വിഷ്ണു മഞ്ജു ലാലേട്ടൻ കോമ്പറ്റീഷൻ സീൻസ് സൂപ്പറായിരുന്നു. ലാലേട്ടന് കൊടുത്ത ആ റോള് അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. മികച്ച ഒരു BGM ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. BGMൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ പ്രഭാസിന് ഈ ഒരു വേഷം മാത്രമേ ചേരത്തുള്ളൂ. കറക്റ്റാണ്. അദ്ദേഹത്തിന് ഇത്തരം റോളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ആ ഒരു ലുക്ക് കൊണ്ടും സൂപ്പറായിരിക്കും. ഇതിൽ രുദ്ര എന്നൊരു കഥാപാത്രമാണ്, മഹാദേവൻ്റെ മറ്റൊരു അവതാരം രുദ്ര. അതിൻ്റെ ഒരു റോളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്ന മികച്ച രീതിക്കുള്ളൊരു പ്രകടനമാണ് കാണിച്ചിരിക്കുന്നത്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു മാനർസങ്ങൾ, ഫൈറ്റ് സീക്വൻസ്, നൈസ് ഫൈറ്റ് സീക്വൻസ് ആണ്. അധികം മാസ് ഇടിയൊന്നുമില്ല, നൈറ്റ് ഫൈറ്റ് സീക്വൻസ്, ഡയലോഗ് ഡെലിവറി, ആ ഒരു സ്വാഗ് എല്ലാം സൂപ്പറായിരുന്നു. ഒരു വെറൈറ്റി കഥാപാത്രം, അത്യാവശ്യം ഒരു ചൈതന്യം തോന്നിക്കുന്ന ഒരു മികച്ച കഥാപാത്രമാണ് പ്രഭാസ്. സിനിമ നോക്കുകയാണെങ്കിൽ ഓൾ ഓഫ് സിനിമ നോക്കുകയാണെങ്കിൽ വേറെ ലെവലായിരുന്നു. എനിക്ക് പിന്നെ ഈ സിനിമയിൽ പ്രധാനമായിട്ട് തോന്നിയ മറ്റൊരു കാര്യമുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. അവർ പറയാൻ വേണ്ടി ആഗ്രഹിച്ച ആ ഒരു കഥ, ആ ഒരു തീം, അത് പിടിച്ചാണ് അവർ മുന്നോട്ട് പോയിക്കുന്നത്. സ്റ്റാർട്ടിങ് ടു എൻഡ് അവർ ആ ഒരു കഥ വിടാതെ അവർ മികച്ചതായിട്ട് അവർ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത്. അതാണ് വേണ്ടത്. കാരണം അത്രയ്ക്കൊരു സെൻസിറ്റീവ് കഥ, അവരെവിടേക്കൊക്കെ അന്വേഷിച്ചു കൊണ്ടുവന്നൊരു കഥ, അത് അവർ നന്നായിട്ട് ആ സ്ക്രീനിൽ കാണിച്ച് അവർ വേറെ ഒരു രീതിക്കും ഈ ദിശ മാറിപ്പോകാതെ ഒരൊറ്റ പാറ്റിലൂടെ പറഞ്ഞ് സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മളെ എൻഗേജ് ആക്കി നമ്മുടെ കിടിലിനായിട്ട് അവർ അവതരിപ്പിച്ചെന്ന് പറയാൻ വേണ്ടി പറ്റും. കിടിലം പടം. ചെറിയ പാർച്ചുകൾ ആ ഒരു വിഷ്ണു മഞ്ജുവിൻ്റെ അഭിനയത്തിനകത്തും ഈ സെറ്റ് വർക്കിൽ വന്നതല്ലാതെ വേറൊരു കുഴപ്പം എനിക്ക് പറയാനില്ല. എല്ലാ കാസ്റ്റിങ്ങും സൂപ്പറായിരുന്നു. പിന്നെ മാധവും കുറച്ച് വീക്കായിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നൈസായിരുന്നു. ഇതിനകത്താണെങ്കിൽ ഒരു വില്ലൻ റോൾ ചെയ്യുന്ന അർപ്പിത് രംഗ എന്നൊരു ആൾ, കാലമുഖ എന്നാണ് ആ ഒരു വേഷം. ആ ഒരു വില്ലൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളെല്ലാം സൂപ്പറായിരുന്നു. ആ ഒരു വില്ലൻ പക്കയായിരുന്നു. കിട്ടിലോസ്കി വില്ലനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നൈസായിട്ട് ആ ഒരു കഥാപാത്രം പെർഫോം ചെയ്തിട്ടുണ്ട് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ നമ്മുടെ തമിഴിൽ നിന്ന് കരുണാസ് ഉണ്ടെന്നൊക്കെയാണ് കേട്ടത്, കരുണാസ് ആക്ടർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സീക്വൻസ് ഇവിടെ കാണാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല. ഞാൻ വിട്ടുപോയെന്ന് അറിയത്തില്ല, ഞാൻ എവിടെയാണ് നല്ലത് കണ്ടിട്ടില്ല. എനിക്കത് കരുണാസിൻ്റെ സീനൊക്കെ കട്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് എവിടെയൊന്നും കാണാൻ വേണ്ടി പോലും പറ്റിയില്ല. പിന്നെ ആഫ്റ്റർ ഓൾ നോക്കുകയാണെങ്കിൽ ഈ സിനിമ മികച്ച പടമായിരുന്നു. ഒരു ലാഗില്ല, കാര്യങ്ങളൊന്നുമില്ല. അവർ പറയാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു കഥ, ആ ഒരു കണ്ണപ്പദേവൻ്റെ കഥ, ഐതിഹ്യം, മഹാദേവനോട്ടുള്ള ബന്ധം, അതെല്ലാം നന്നായിട്ട് തന്നെ ആ ഒരു സ്ക്രിപ്റ്റ് വരിക കൊണ്ട് കാണിച്ച് പറയാൻ വേണ്ടി പറ്റും. പിന്നെ VFX, ആനിമേഷൻസ് എല്ലാം വേറെ ലെവലായിരുന്നു. VFX, ആനിമേഷൻസ്, സെറ്റ് വർക്ക് സൂപ്പറായിരുന്നു. മികച്ച കഥയുണ്ടായിരുന്നു. പെർഫോമൻസ് ലെവൽ അടിപൊളിയായിരുന്നു. എല്ലാവരും ഞെട്ടിക്കുന്നുണ്ട്. രണ്ട് കാലഘട്ടത്തെയും വിഷ്ണു മഞ്ജു മികച്ച പെർഫോമൻസാണ് കാണിച്ചിരിക്കുന്നത്. വിഷ്ണു മഞ്ജുവിൻ്റെ പിതാവാണ് ഇതിൻ്റെ നിർമ്മാണവും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, മോഹൻ കുമാർ എന്നൊരാൾ. അദ്ദേഹം റോളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രോ സീനും വേറെ ലെവലായിരുന്നു. അവർക്ക് ഉള്ള ഈ ഒരു നിർമ്മാണമാണെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അവർക്ക് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഈ സിനിമയിൽ കൊടുത്തെങ്കിൽ പറയാൻ വേണ്ടി പറ്റും.
എന്നെ അപേക്ഷിച്ച് സിനിമ ഒരു മികച്ച പടം തന്നെയായിരുന്നു. ഒരു ലാഗോ കാര്യങ്ങളൊന്നുമില്ല, കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ മികച്ച ഒരു വിഷ്വൽ ക്വാളിറ്റി ട്രീറ്റൊക്കെ ഉള്ളൊരു മികച്ച പടമാണ് ഈ ഒരു കണ്ണപ്പ എന്ന് പറഞ്ഞ ഈ സിനിമ. ലാലേട്ടൻ്റെ സ്വാഗും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. ഒരു ലാഗോ കാര്യങ്ങളൊന്നുമില്ല. വരുന്ന ആൾക്കാരുടെ ഇൻട്രോ ആയിരുന്നാലും പെർഫോമൻസ് ആയിരുന്നാലും എല്ലാവരും അഭിനയിച്ച എല്ലാവരും മികച്ചതായിരുന്നു. ഐശ്വര്യ ഭാസ്കരൻ, ശരത് കുമാർ, മോഹൻലാൽ, പ്രഭാസ്, കാജൽ അഗർവാൾ, അക്ഷയ് കുമാർ, വിഷ്ണു മഞ്ജു, അങ്ങനെ ഒട്ടുമിക്ക താരങ്ങളും വന്നവരെല്ലാവരും ഞെട്ടിച്ച്. നല്ല കഥയുണ്ട് പടത്തിനകത്ത്. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ വിഷ്ണു മഞ്ജു ഇത്രയും ഒരു ബിഗ്ഗസ്റ്റ് പടം ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം, അത് മാത്രമേ വിഷ്ണു മഞ്ജുവിനെ കാണാൻ വേണ്ടി പറ്റില്ല. ചിലയിടത്തൊക്കെ ചെറിയ പാളിച്ചകൾ വന്നിട്ടുണ്ട്. പിന്നെ VFX ആയിരുന്നാലും കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നും കൊണ്ട് സിനിമ എന്തൊക്കെ പറഞ്ഞാലും ഒരു ക്ലീൻ പടം, നൈസായിട്ട് തന്നെ എടുത്ത് പറയാൻ വേണ്ടി പറ്റും. നമുക്ക് തിയേറ്ററിൽ പോയ വിഷ്വൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെയാണ് കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറയാൻ റിവ്യൂവും കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയി മസ്റ്റായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു വിഷ്വൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു മികച്ച പടം തന്നെ. നല്ല സോളിഡ് കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചിലയിടത്തൊക്കെ മാത്രം വിഷ്ണു മഞ്ജുവിന് ഒരു പ്രശ്നം വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ പടം ഓക്കെയാണ്, അത്ര മാത്രമേ പറയത്തുള്ളൂ. ഇത് മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈസ് മൂവിയാണ്. ഒന്ന് പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു വെറൈറ്റി ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇതാണ് കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറഞ്ഞ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ നൈസ് സിനിമയായിരുന്നു കേട്ടോ. നൈസായിട്ടുള്ള ഒരു പടവും കാര്യങ്ങളൊക്കെ. എല്ലാവരും എൻട്രി മികച്ചത്, പ്രഭാസിൻ്റെ എൻട്രി സൂപ്പർ, കാജൽ അഗർവാൾ, അക്ഷയ് കുമാർ, ശരത് കുമാർ, ഐശ്വര്യ ഭാസ്കരൻ, എല്ലാവരും ഞെട്ടിച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പറയാൻ വേണ്ടി ഒരു കഥയും കാര്യങ്ങളൊക്കെ അവർ നൈസായിട്ട് എന്നെ കൊണ്ടുപോകാൻ എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത്രയുള്ള പറയാനായിട്ട് ഒരു മികച്ച സിനിമയാണ് ഈ ഒരു കണ്ണപ്പ എന്ന് പറഞ്ഞ ഈ സിനിമ. മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടാൻ വേണ്ടി പോകുന്ന. ഇത്രയുള്ള പറയാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ വിഷയമായിട്ട് വരുന്നത് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.